ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം, എന്താ അവരുടെ കളി. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. മുൻ ഇംഗ്ലീഷ് താരം ജെഫ്രി ബോയ്ക്കോട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ടെലിഗ്രാഫ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെ: ഈ ഇന്ത്യൻ കളിക്കാർ ചില്ലറക്കാരല്ല, ഒരടി പിന്നോട്ട് വയ്ക്കുന്നവരുമല്ല. സ്വന്തം ടീമിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം യുവ കളിക്കാരാണവർ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നൊരു വിവാദം. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ടൈക്ക്, അതായത് ഡ്രോയ്ക്ക് രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും സമീപിക്കുമ്പോൾ തത്സമയം അവരുടെ സ്കോർ, അതായത് അല്ലെങ്കിൽ അവരുടെ റൺസ് എന്നത് 89-80 ആയിരുന്നു. അതായത് രവീന്ദ്ര ജഡേജ 89 റൺസ് എടുത്തും വാഷിംഗ്ടൺ സുന്ദർ 80 റൺസും എടുത്ത് ക്രീസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ബെൻ സ്റ്റോക്സ് അവരെ ഡ്രോയ്ക്ക് കൈകൊടുക്കാൻ ചെന്നത്. അത് നിരസിച്ച രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും താമസിയാതെ തന്നെ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഡ്രോയ്ക്ക് സമ്മതം അറിയിച്ചത്. ജെഫ്രി ബോയ്ക്കോട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് തങ്ങളുടെ ടീമിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് 89-ലും 80-ലും നിൽക്കുമ്പോൾ ഞാനാണെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ ഒരിക്കലും ഞാൻ ആ ഡ്രോയ്ക്ക് സമ്മതിക്കില്ല അപ്പോൾ എന്നാണ്. തീർച്ചയായും ഞാൻ സെഞ്ചുറി നേടും, സെഞ്ചുറി നേടിയിട്ട് മാത്രമേ അതിന് സമ്മതിക്കുകയുള്ളൂ എന്നാണ്. അതായത് നിലവിൽ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് വരെ മനസ്സിലായി തുടങ്ങി ബെൻ സ്റ്റോക്സ് കാണിച്ചത് ക്രിക്കറ്റിനൊട്ടും മാന്യമായ രീതിയിലല്ല എന്നുള്ളതാണ്. നിലവിൽ 5ാം ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് ആശ്വാസവാർത്ത എന്ന പോലെ ആകാശ് ദീപും നമ്മുടെ അർഷ്ദീപ് സിംഗും എന്തായാലും പരിക്കിൽ നിന്ന് മോചിതരായിട്ടുണ്ട്. അർഷ്ദീപ് സിംഗിന് ഇതുവരെ ഒരു മത്സരം പോലും ഈ പരമ്പരയിൽ കളിക്കാൻ സാധിച്ചില്ല. ചിലപ്പോൾ അവസാന ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഋഷഭ് പന്ത് ടീമിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ, പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ ധ്രുവ് ജൂറലിനെ തന്നെയായിരിക്കും ടീം ഇന്ത്യ വിക്കറ്റ് ഏൽപ്പിക്കുന്നത്. എന്തായാലും 5ാം ടെസ്റ്റ് ജയിച്ച് ഇന്ത്യക്ക് പരമ്പരയിൽ സമനില നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ ഫ്രണ്ട്സ്.